മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കാമെന്ന ഉറപ്പിന്മേൽ ആശമാരുടെ ക്ലിഫ് ഹൌസ് മാർച്ച് അവസാനിച്ചു. സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമരം തുടരും. മാർച്ചിന്റെ ഭാഗമായി പോലീസ് കസ്റ്റഡിയിലെടുത്ത 19 പേരെ വിട്ടയക്കാനും തീരുമാനമായി. പ്രതിഷേധം കനത്തതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായി. പ്രതിഷേധക്കാർക്ക് നേരെ 5 തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. എട്ട് മാസം നീണ്ട രാപ്പകൽ സമരത്തിനൊടുവിലാണ് പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. മാർച്ച് ദേവസ്വം ജംഗ്ഷനിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. പോലീസ് സമരക്കാരോട് പിരിഞ്ഞു പോകണമെന്നാവശ്യപ്പെട്ടെങ്കിലും അംഗീകരിക്കാൻ പ്രവർത്തകർ തയ്യാറായില്ല. മുദ്രാവാക്യം മുഴക്കിയും പാത്രം കൊട്ടിയും പ്രവർത്തകർ പ്രതിഷേധം ശക്തമാക്കി. മുഖ്യമന്ത്രിയെ കാണണം എന്ന ആവശ്യം നിഷേധിച്ചതോടെ പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി മുദ്രാവാക്യം മുഴക്കി. പ്രതിഷേധം കനത്തതോടെ പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. 5 തവണയാണ് ജലപീരങ്കി പ്രയോഗിച്ചത്. തുടർന്നും പ്രവർത്തകർ പിന്മാറാതെ വന്നതോടെ സമരക്കാരുടെ മൈക്കും സ്പീക്കറും ഉൾപ്പെടെ പോലീസ് എടുത്തുമാറ്റി. ഇതോടെ പോലീസ് വാഹനത്തിന് മുന്നിൽ ആശമാർ പ്രതിഷേധിച്ചു. എന്ത് കഷ്ടപ്പെട്ടിട്ടാണ് ഈ സമരത്തിന് വന്നത്? എത്ര നമ്മൾ ഈ മഴയത്തെ മേലത്ത് ഇവരല്ലേ വരുത്തിയത്? എന്തിനാ നമ്മളിങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? നമ്മളൊക്കെ അത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ടാണ് വരുന്നത്. ഞങ്ങൾ ഈ കണ്ണുനീർ ഇനിയെങ്കിലും അവർ കാണാത്ത എന്തിനാ നമ്മളിങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. 19 പ്രവർത്തകരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തുടർന്ന് സമരക്കാരും പോലീസുമായി നടത്തിയ ചർച്ചയിൽ ക്ലിഫ് ഹൗസ് മാർച്ച് താൽക്കാലികമായി അവസാനിപ്പിക്കുവാനും പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് നാളെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ ദിനം ആചരിക്കുവാനും തീരുമാനിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് അവർ ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഒരു അപ്പോയിൻമെൻറ്റ് തരാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. സമരം ഇവിടെ അവസാനിക്കുന്നില്ല. ഞങ്ങൾ തൽക്കാലം ഇവിടുന്ന് പിരിഞ്ഞു പോവുകയും സമരം മുന്നോട്ട് പോവുക തന്നെ ചെയ്തു. നമ്മുടെ അനിശ്ചിതകാല രാപ്പകൽ സമരവും തീർച്ചയായിട്ടും കണ്ടിന്യൂ ചെയ്യാണ്. അതെന്നാണോ ഞങ്ങളുടെ ഡിമാൻഡുകൾ പൂർത്തിയായിട്ട് കിട്ടുന്നത് മുഖ്യമന്ത്രിയുടെ ചർച്ചയ്ക്ക് ശേഷം തീരുമാനിക്കുന്നത്. 7 മണിക്കൂർ നീണ്ടുനിന്ന പ്രതിഷേധത്തിനാണ് ക്ലിഫ് ഹൗസ് മാർച്ചിലാണ് സമാപനമാകുന്നത്. ഒടുവിൽ പോലീസും പ്രവർത്തകരും തമ്മിലൊരു സമവായം ഉണ്ടായിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പിരിഞ്ഞു പോകാമെന്നൊരു നിലപാടിലേക്ക് പ്രവർത്തകരെത്തിയത്. അതായത് അറസ്റ്റ് ചെയ്ത 19 പ്രവർത്തകരെ വിട്ടയക്കാം, അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയെ കാണാൻ ഉള്ള അവസരമൊരുക്കാം എന്ന ഒരു ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അനൂജ് അനവരിനൊപ്പം പ്രശാന്ത് ചങ്ങരമംഗലത്ത്, ജനം, തിരുവനന്തപുരം.